ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതം മധുരം ചാനൽ. നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളൊന്ന് ചെയ്യാനുണ്ട്. പേജ് നമ്പർ 13ഉം 14ഉമാണ്. അപ്പം 13 ഇവിടെ വന്നിരിക്കുന്നത് ചുവടെയുള്ള ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്ന് അടയാളപ്പെടുത്താനാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലും അതിൽ പറയുന്നുണ്ട് മെഷർ ആൻഡ് മാർക്ക് ഈച്ച് ആംഗിൾ ബിലോ. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഒന്ന് അളക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം, കോണളക്കാനുള്ള ഉപകരണം പ്രൊട്രാക്ടറാണൻ കൂട്ടുകാരെ. അപ്പം നമുക്ക് കോണളക്കണമെങ്കിൽ ഈ വര ഈ വരയോട് ചേർത്ത് വെക്കണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നീളത്തിലുള്ള വര, ഇത് 90 ഡിഗ്രി. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവില്ലേ, ഇതാണ് നമ്മൾ ബിന്ദുവിൽ വെക്കേണ്ടത്. പിന്നെ ഇവിടുന്ന് 2 ചുറ്റളവുണ്ട്. ഇവിടെ 0, 10, 20 ഒരു ചുറ്റ്, ഇവിടുന്ന് 0, 10, 20 അങ്ങനെ 2 ചുറ്റളവുകളാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്കിത് വെക്കുന്ന സമയത്ത് ഈ ചിത്രത്തിൽ ഇത് വെക്കുകയാണ്. അപ്പം ഈ 90 ഡിഗ്രി വരുന്ന കൂട്ടിമുട്ടും ഈ വരയിൽ, അത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ വെക്കുക. ഈ വരയോട് ചേർന്ന് വെക്കുക. ഇതാ എനിക്ക് കറക്റ്റ് കിട്ടി. ഇവിടെ 0-ൽ നിന്ന്, ഇവിടുന്നാണ് കോണ് വിരിഞ്ഞു വരുന്നത്. അപ്പോൾ 0-ൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 130 കഴിഞ്ഞിട്ട് ആ ഇടയ്ക്കുള്ള വലിയ വരയാണ്. അപ്പം 135 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ എഴുതി വെക്കാം 135 ഡിഗ്രി. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത എന്താണ്? ഇവിടെയാണ് 90 ഡിഗ്രി. 90-ൽ കൂടുതലാവുമ്പോൾ എന്തായാലും ഇത് വലിയ കോണാണ് വരിക. 90-ൽ കൂടുതലായിരിക്കും എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമുക്കറിയാം, കുത്തനെ വരുമ്പോൾ 90 അല്ലേ, 90-ൽ കുറവായിരിക്കും. ഇത് ഏകദേശം എത്ര ഡിഗ്രി ഉണ്ടാവും എന്ന് പറയാമോ? ഞാൻ ഗസ് ചെയ്ത് പറയാം. എൻ്റെ ഗസ്സിങ് പ്രകാരം 60 ഡിഗ്രി. നമുക്കൊന്ന് നോക്കാം. നമുക്കങ്ങനെ ഊഹിച്ച് ആദ്യം ഒന്ന് പറയാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ അളന്ന് നോക്കുകയായിരിക്കും നല്ലത്. എന്താ കറക്റ്റ് 60 ഡിഗ്രി. എത്ര കറക്റ്റാന്ന് നോക്കൂ. ഇതെത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വശത്ത് ഉണ്ട് 2 എണ്ണം. ഇവിടെ വന്നിരിക്കുന്നത് ഇതും കറക്റ്റ് 60. പക്ഷെ ഈ കോണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വിരിഞ്ഞിരിക്കുന്നത്. നോക്കാം, നമുക്ക് ശരിയാണോ നോക്കണ്ടേ. ഇതിങ്ങനെ വരയോട് ചേർത്ത് വെച്ചു. ഇതിങ്ങനെ വെച്ചിട്ട് അപ്പം ഇവിടുന്നാണ് നോക്കേണ്ടത്. 0-ൽ തുടങ്ങിയാണ് നോക്കേണ്ടത്. മുകളിലാണ് വരുന്നത് 60 ഡിഗ്രി. കറക്റ്റാണ്. നമ്മളിപ്പോൾ ചെയ്തതായതുകൊണ്ട് ഏകദേശം നമുക്ക് ആ വിരിവ് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഈ കോണ അളക്കണം. ഈ കോണ അളക്കണമെങ്കിൽ ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുകയാണ്. പുസ്തകം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് അളക്കേണ്ടത്. ഇങ്ങനെ അളന്ന് നോക്കുമ്പം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത് 90 അല്ലേ, 90-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് ഈ വരയോട് ചേർത്ത് കറക്റ്റ് വെക്കാം. കറക്റ്റ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയറിയാം 130 ഡിഗ്രി. 0-ൽ നിന്ന് വേണം എടുക്കാൻ. ഇവിടെ നോക്കുമ്പോൾ 130 ഡിഗ്രി. അതാണെന്ന് എഴുതി. ഇതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 2-3 ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട് അല്ലേ. അപ്പം നമുക്കതൊന്ന് വരയ്ക്കാം. ആദ്യം നമുക്കിത് ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഒരു മോഡൽ പിക്ചർ വരയ്ക്കുക. അളവ് വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യണം, ഈ അളവുകൾ അതിനകത്തേക്ക് എഴുതുക. അങ്ങനെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ്. ഇത് നോക്കിയിട്ട് നമ്മൾ ഒറിജിനൽ പിക്ചർ ഇങ്ങോട്ട് വരയ്ക്കാൻ പോവുക. നിങ്ങൾ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത്. ഞാനിവിടെ സ്കെച്ച് പെൻ എടുത്തത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനാണ്. അപ്പം ആദ്യം ഇവിടെ 4 സെൻറ്റിമീറ്ററാണ്. അപ്പം 4 സെൻറ്റിമീറ്റർ കറക്റ്റ് നിങ്ങൾ അളന്നെടുക്കുക. 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് ഞാൻ വരച്ചു. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യേണ്ടത് 50 ഡിഗ്രി അളക്കണം. ഇതിൽ നമ്മൾ അളന്ന് വരയ്ക്കണം. പ്രൊട്രാക്ടർ ഈ വരയോട് ചേർത്ത് വയ്ക്കും. ഇവിടെ നിന്ന് 50 ഡിഗ്രി, ഇവിടെയാണ് 50. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. അളവൊന്നുമില്ല, നിങ്ങൾ നീട്ടി വരയ്ക്കുക. ഓക്കെ. ഇനി അതേപോലെ ഇവിടെ എഴുതണം 50 ഡിഗ്രി.
ഇവിടെ 4 സെന്റിമീറ്റർ. ഇത്രയും പണി നമ്മളുടെ കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നിന്നും 50 ഡിഗ്രി. അപ്പൊ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഇവിടെ നിന്ന് കൃത്യം നോക്കുക 50 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു. ഇത് കൂട്ടി യോജിപ്പിക്കുക. എന്താ ഇപ്പൊ ഇവിടെ 50 ഡിഗ്രി. നിങ്ങൾക്ക് ഈ വര മായ്ച്ച് കളയണമെന്ന് നിർബന്ധമില്ല. ഇതവിടെ കിടന്നാലും കുഴപ്പമില്ല. നമ്മളുടെ ഒരു നിർമ്മിതിയാണ്, നമ്മൾ വരച്ച രീതിയാണ്. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു സംശയവും, ഉടൻ ഫുൾ മാർക്ക് വീഴും. പിന്നെ വരച്ചതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ പാടില്ല, ഒറ്റ വര വരച്ചാൽ മതി, അത്രയും തെളിഞ്ഞാൽ മതി. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അയ്യോ ഇത് തെളിഞ്ഞിട്ടില്ലല്ലോ. അത് പ്രശ്നേ ഇല്ല, നിങ്ങൾക്ക് അത്രയും തെളിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളുടെ ഈ ഒന്നാമത്തെ ചിത്രം കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ചിത്രം. ഇവിടെ നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത വര വരച്ചു. ഇനി ഇവിടെ 30 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് 30 ഡിഗ്രി ചെരിവ്. ഇതാണ് 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് 30 ഡിഗ്രി അതാണ് ഇവിടെ വരുന്നത്. ഇത് കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കുക. ഈ 2 ബിന്ദുവും ഒരേ വരയിൽ വരത്തക്ക വിധം നീട്ടി യോജിപ്പിച്ചു. ഇവിടെ എഴുതി വെക്കുക 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 30 ഡിഗ്രിയാണ്. ഇനി ഇവിടെ വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ എവിടെ വെക്കണം? നമ്മുടെ പ്രൊട്രാക്ടർ ഇവിടെ വെക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക 90 ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ഈ ബിന്ദുവും ഈ ബിന്ദുവും ഒരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് 90 ഡിഗ്രി ഇവിടെ കിട്ടി. ഇതേ അളവിലുള്ള ഒരു ചിത്രം കൃത്യമായി നമ്മൾ വരച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി മറ്റ് 2 ചിത്രങ്ങൾ കൂടിയുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ഈ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയുള്ള വര ഇങ്ങനെ ഡോട്ടിട്ടാണ് വരച്ചിരിക്കുന്നത്. ഞാനിതിൻ്റെ ഏകദേശം ഒന്ന് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ആ വര വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ, ഇത് പല കുട്ടികൾക്കും സംശയം വരുന്നതാണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഡോട്ടിട്ട് വരയ്ക്കുക. ഇത്രയാണ് 6 സെൻറ്റിമീറ്റർ. ഇനി ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് 20 ഡിഗ്രിയാണ്. അപ്പം ഞാനിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ വെക്കും. നോക്കൂ, 20 ഡിഗ്രി ഞാനിവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുക. ഇതിങ്ങനെ വരച്ചു. ഇനി ഇവിടെയും ഇവിടെ 20 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതിവിടെ വെച്ചിട്ട് കറക്റ്റ് 20 ഡിഗ്രി 10, 20. ഇനി ഇതും യോജിപ്പിക്കുക. ഇങ്ങനെ കിട്ടി. ഇനി നോക്കൂ, ഇവിടെ താഴെയും 2 വശത്ത്, ഇവിടെ 20, ഇവിടെയും 20. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനൊന്ന് തിരിച്ചു വെക്കുകയാണ്. ഇരുപത് ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇത് നീട്ടി വരയ്ക്കുന്നു. ഇതേപോലെ വീണ്ടും ഇവിടെ 20 ഡിഗ്രി അളന്നെടുക്കുന്നു. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 വരയും മായ്ച്ച് കളഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പോലെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു നിർമ്മാണമായതുകൊണ്ട് മായ്ച്ച് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ ആയോ? ഇനി നമ്മളിവിടെ വരച്ചൊക്കെ കഴിഞ്ഞു അല്ലേ? ഈ കോണിൻ്റെ അളവ് ഇവിടെ എഴുതി വെക്കുക. 20 ഡിഗ്രി. ഇവിടെയും 20 ഡിഗ്രി.
ഇവിടെ 20 ഡിഗ്രി, ഇവിടെ 20 ഡിഗ്രി, ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ്. അത് വരയ്ക്കുന്ന അതോടൊപ്പം എഴുതി പോവുകയാണ് കേട്ടോ നല്ലത്. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് ഈ ചിത്രം വരയ്ക്കാം. ഇവിടെ 5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയില് വെച്ചിട്ട് അളന്ന് വരയ്ക്കാം. കറക്റ്റ്. ഇനി ഇവിടുന്ന് 60 ഡിഗ്രിയാണ്, ഈ കോണാണ് 60 ഡിഗ്രി. അപ്പം നമുക്ക് പ്രൊട്രാക്ടർ എന്ത് ചെയ്യണം? ഇവിടെ വെക്കണം. എവിടുന്നാണ് വരയുടെ വിരിവെന്നാണ് നോക്കേണ്ടത്. ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇത് എന്ത് ചെയ്യുക? 2 ബിന്ദുവും ഒരേ വരയിൽ വരത്തക്ക വിധം കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടെ 60 ഡിഗ്രി എന്ന് എഴുതി ഇവിടെ നമ്മൾ 5 സെൻറ്റിമീറ്റർ എന്നും എഴുതുക. ഇനി ഈ കോൺ 120 ഡിഗ്രി. അപ്പം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ വരയിൽ നിന്ന് ഇങ്ങനെയാണ് വിരിഞ്ഞു വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ വെക്കുക. ഇവിടെ നിന്ന് വിരിഞ്ഞ് 120 അപ്പം 90-നേക്കാൾ കൂടുതൽ വരും. 90 കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. 120. ഇത് രണ്ടും ഒരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിക്കുക. ഇനി നമുക്കൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ അളവും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതുകൊണ്ട് ഇതിന് 3 സെൻറ്റിമീറ്റർ കറക്റ്റ് അളന്നെടുക്കുക. ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ 120 ഡിഗ്രി. ഈ അളവ് നിങ്ങൾ അളന്ന് നോക്കിയാൽ 5 സെൻറ്റിമീറ്റർ തന്നെയാണ് വരിക. ഇപ്പം കൂട്ടുകാർക്ക് ചിത്രം വരയ്ക്കാൻ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കോൺ അളക്കാൻ പഠിച്ചു, ഒരു കോൺ നിർമ്മിക്കാൻ പഠിച്ചു, അതേപോലെ തന്നെ അതുപയോഗിച്ചുള്ള ചിത്രങ്ങളും വരയ്ക്കാൻ പഠിച്ചു. കൂട്ടുകാർക്ക് റെഡി ആയില്ലേ? ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കുക, നിങ്ങൾ ചെയ്തു നോക്കുക. കോൺ അളക്കാനും നമുക്ക് തന്നിരിക്കുന്ന അളവിൽ ഇപ്പം 40 ഡിഗ്രി, 45 ഡിഗ്രി, 41 ഡിഗ്രി ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ അളവിൽ കോൺ നിർമ്മിക്കാനും ഇതുപോലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനുമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.